പക്ഷേ നിങ്ങളുടെ ഇത് സന്നദ്ധ സേവനമായിട്ടാണ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇത് ഒരു തൊഴിലായി നിർവചിച്ചിട്ടില്ല എന്നുള്ളത് കേന്ദ്രത്തിൽ നിന്ന് വരേണ്ട മാറ്റമാണ്. അപ്പോൾ അതിൽ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് സർക്കാർ ചോദിക്കുന്നത്. അതിന് മറുപടിയുണ്ടോ? സന്നദ്ധ സേവനമെന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയതെങ്കിലും ഈ പിണറായി വിജയൻ നയിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ആദ്യ ഗവൺമെന്റിന്റെ സമയത്ത് ഇതിനെ നിർബന്ധിത സേവനമായി മാറ്റിയിട്ടുണ്ട്. അതാണ് ഇവിടെ പലരും പരാമർശിക്കാതെ പോകുന്നത്. സന്നദ്ധ സേവനമായിരുന്നപ്പോൾ നിങ്ങൾ ഏത് തൊഴിലിന് പൊക്കോളൂ, പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ചില സമയങ്ങൾ നിങ്ങൾ ഫീൽഡിൽ നിങ്ങളുടെ അയൽക്കാരോട് ബന്ധുക്കളോടും റേഷൻ കടയിൽ പോകുമ്പോൾ മത്സ്യചന്തയിൽ പോകുമ്പോൾ ഒക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം എന്നതിനാണ് ഉമ്മൻചാണ്ടിയുടെ സമയത്ത് 500 രൂപയോ അല്ലെങ്കിൽ അത് 1000 രൂപയൊക്കെ ആയിരുന്നത്. അതൊരു 2 മണിക്കൂർ ജോലിയൊക്കെ. അതെ, തീർച്ചയായിട്ടും. അത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണമെന്ന് പോലുമില്ല. നിങ്ങൾ 1000 പോപ്പുലേഷനാണ് ഒരു ആശയം ഓർക്കണം, അങ്ങനെ നിജപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പിണറായി സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ മാനദണ്ഡം മാറ്റി. നിങ്ങൾ ആശാ വർക്കർ എന്നുള്ള പണിയല്ലാതെ മറ്റൊരു ജോലിക്ക് പോകരുതെന്ന് ഉത്തരവിറക്കിയിട്ടുണ്ട് ഈ കേരളത്തിൽ. അതുകൂടാതെ 1000 പോപ്പുലേഷൻ എന്ന് പറയുന്ന മാനദണ്ഡം മാറ്റി ഒരു വാർഡിൽ ഒരു ആശ എന്നാക്കി മാറ്റി. അങ്ങനെ വന്നപ്പോൾ ചിലപ്പോൾ 2500, 3000, 3800 പോപ്പുലേഷൻ വരെ, ജനസംഖ്യ വരെ ഒരാശ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ 4 ആശമാർ നോക്കേണ്ടുന്ന ആളുകളെയാണ് ഒരു വ്യക്തി നോക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ മാത്രം സാഹചര്യമാണോ? ഇത് കേരളത്തിലെ മാത്രം, ഇത് കേരളത്തിന്റെ മാനദണ്ഡമാണ്. സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതാണ്. അവിടെയാണ് പറഞ്ഞത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിലും നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളിൽ അതത് ഗവൺമെന്റുകൾക്ക് തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് 4 ആശമാരെങ്കിലും വർക്ക് ചെയ്യേണ്ടുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ആശയെ വെച്ച് പണിയെടുപ്പിക്കുമ്പോൾ ഈ 4 ആശമാരുടെ കൊടുക്കേണ്ടത് 700-7000 രൂപ വെച്ച് കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ അമിത ജോലിഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വന്നിട്ട് ഇത്തരം നിബന്ധനകൾ വെച്ചിട്ട് മറ്റൊരു പണിക്ക് പോകാൻ പറ്റില്ല, ചെയ്ത ജോലിക്ക് കൂലിയും തരില്ല. അപ്പൊ ഇത് പൊരുത്തക്കേടാണ്. സർക്കാർ മറച്ചുവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. നിങ്ങളൊക്കെ കുറെ കാലമായിട്ട് ഈ ജോലിയിൽ നിൽക്കുന്നവരായിരിക്കും അല്ലെ? 2005 മുതലുണ്ടോ? 2007 കൊടുത്തു എങ്കിലും 9 മുതലാണ് ഞങ്ങൾ അംഗീകരിച്ചത്. ജോലിയുടെ സ്വഭാവം ഒന്ന് പറയാമോ? ഒരു ദിവസം എന്താണ് നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണ്? ഒരു ദിവസം എന്ന് വെച്ചാൽ ഇപ്പം ഒരു 50 വീട്ടിൽ പോകണം. 50 വീട്ടിൽ പോകണം. അവിടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, ഗർഭിണി ഉണ്ടെങ്കിൽ നോക്കണം, വയസ്സായവരുണ്ടെങ്കിൽ നോക്കണം, അവർക്ക് പാലിയേറ്റീവ് സംരക്ഷണം കൊടുക്കണം. ഇതിനെല്ലാത്തിനും പുറമെ തന്നെയാണ് ശൈലി, ലെപ്രസി, ക്യാൻസർ സ്ക്രീനിങ്, ഇങ്ങനെയുള്ള അധിക ജോലിയും കൂടെ ഇപ്പം നമുക്ക് അടിച്ചേൽപ്പിച്ചൊക്കെയാണ്. അതിന് നമുക്ക് കിട്ടുന്നത് തന്നെ ഒരു ദിവസം 233 രൂപയാണ്. ഞങ്ങൾക്ക് ആർഭാട ജീവിതം ഒന്നും വേണ്ട, സാധാരണ ജീവിതം നയിച്ചു പോകാനുള്ള ഒരു തുക ഞങ്ങൾക്ക് വേണം. അത് ഞങ്ങളുടെ അവകാശമാണ്. അതിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. ഈ വെയിലും മഴ ഒന്നും നിങ്ങൾക്ക് ബാധകമല്ല. അതുപോലെ ഈ രോഗികളുടെ എണ്ണം എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിലും നിങ്ങൾക്ക് ചില സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ, അത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും, ഞങ്ങൾ വെയിൽ കൊണ്ടാലും ഞങ്ങൾ മഴ കൊണ്ടാലും ഞങ്ങൾ മഞ്ഞ് കൊണ്ടാലും എന്ത് ചെയ്തിരുന്നാലും അവർക്ക് കിട്ടേണ്ട ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അവർ ചോദിക്കുന്ന സമയത്തിന് കൊടുത്തേക്കണം. അങ്ങനെയാണ് ഞങ്ങളുടെ. എന്നും യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ 700 രൂപ കട്ട് ചെയ്യും. ഈ 10 മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ ചെയ്യാൻ പറ്റാതെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ പങ്കെടുക്കാൻ പറ്റാതെ വരുമ്പോൾ ആ മാസം കിട്ടുന്ന ഓണറേറിയത്തിൽ നിന്ന് 700 രൂപ കുറയ്ക്കും. ചിലപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന 5600 ആയിരിക്കും, ചിലപ്പോൾ 6300 ആയിരിക്കും. ഇങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ശോഭന. എത്ര വയസ്സായി? എനിക്ക് 58 വയസ്സായി. ഈ 62 വയസ്സിൽ വിരമിക്കണം എന്നുള്ളതാണല്ലോ ഇപ്പൊ പുതുതായി പറയുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞിരുന്ന ആരോഗ്യമുള്ള കാലത്തോളം പറ്റും ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. വീട്ടിലാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. ഭർത്താവ് സുഖമില്ലാത്തതാണ്. 94 വയസ്സുള്ള അച്ഛനുണ്ട്, മക്കളുണ്ട്. അങ്ങനെ ഇത്രയും കിട്ടുന്ന ഈ തുച്ഛമായ വേതനം കൊണ്ട് ഒരു തരത്തിലും ജീവിച്ചു പോകാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും പിടിച്ചു നിന്ന് പോവുകയാണ്. ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിൽ ഞങ്ങൾ വെക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? എത്ര കാലമായി? ഞാൻ ജോലിക്ക് കയറിയിട്ട് 18 വർഷമായി. ഈ 18 വർഷം എന്ന് പറയുമ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വലിയ ജോലിയും ഇതൊന്നും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾക്ക് വേണമെങ്കിൽ തൊഴിലുറപ്പിനോ എന്തെങ്കിലും ജോലിക്ക് പോകാം. ഇപ്പം ഞങ്ങൾക്ക് ഒരു ജോലിക്ക് പോകാനോ ഒന്നിനും പറ്റത്തില്ല. കാരണം അത്രമാത്രം ജോലി ഭാരം ഞങ്ങൾക്കുണ്ട്. ഈ 233 രൂപയിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രേരണയുടെ കീഴിലോ അല്ലെങ്കിൽ ആരെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കിയോ ഒന്നും വന്നതല്ല. ഞങ്ങളുടെ അതിജീവനത്തിന് വേണ്ടി മാത്രം ഇവിടെ വന്നിരുന്ന് ഈ 17 ദിവസം ഈ പൊരിയുന്ന വെയിലത്ത് വന്നിരുന്ന് ഈ സമരം ചെയ്യുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് മന്ത്രിക്ക് ഞങ്ങളെ കാണാനുള്ള കണ്ണില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഇനിയും ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ മന്ത്രി കണ്ണു തുറക്കാത്തത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളോട് എന്ത് വൈരാഗ്യമുണ്ടെന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾ ഈ 17 ദിവസം ഈ പൊരിയുന്ന വെയിലത്ത് ഇവിടെ വന്നിരിക്കുമ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ക്യാൻസർ ബാധിച്ച ഒരമ്മയുണ്ട്, കുഞ്ഞു മക്കളുണ്ട്.
അവരെയൊന്നും നോക്കാൻ കഴിയാതെ വണ്ണമാണ് ഇവിടെ വന്നിരുന്ന് ഈ 233 രൂപയ്ക്ക് ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല എന്നോ ഞങ്ങളെ തീരുമാനമെടുത്ത്, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയുമില്ല, മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റില്ല. അത്രമാത്രം ജോലി ഭാരം ഞങ്ങളുടെ മുതുകിന്മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ജോലിയെല്ലാം ചെയ്യുന്നെങ്കിൽ ഈ 233 രൂപയ്ക്ക് ഞങ്ങൾക്ക് വണ്ടിക്കൂലിക്ക് പോലും കഴിയുന്നില്ല. പിന്നെ എന്ത് ഉദ്ദേശത്തിലാണ് മന്ത്രി ഈ കണ്ണു തുറക്കാതിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതിനൊരു അറുതി വരുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ അനന്തപുരിയിൽ നിന്നും ഞങ്ങൾ പിന്മാറണമെങ്കിൽ ഞങ്ങൾ ഇവിടെ വിഴുന്ന് മരിച്ചാൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വേതനം, ഞങ്ങളുടെ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകത്തില്ല.